ചേട്ടാ, പിണറായിസം എന്ന മാടമ്പിത്തരത്തിന് അവസാനമാകുവാൻ ഇനി ഏതാനും ദിവസങ്ങൾ, കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ 6-7 ദിവസം കൂടെ, 6 ദിവസം കൂടെ ഉള്ളൂ. കൃത്യമായി പറഞ്ഞാൽ 6 ദിവസം. അതായത് ഈ വരുന്ന April 9 ഇലക്ഷനാണ്. പക്ഷേ ഈ ഇലക്ഷൻ അടുക്കുമ്പോൾ ശരിക്കും സെക്രട്ടേറിയറ്റിൽ ഒരു സിവിൽ വാർ നടക്കുകയാണെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. കാരണം ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ സീക്രട്ട് ഫയലുകൾ കോപ്പി ചെയ്യുവാനും അത് പുറത്തേക്ക് എത്തിക്കുവാനുമായിട്ടുള്ള തിരക്കിലും ഓട്ടപ്പാച്ചിലുമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ സർക്കാർ ഇനി പ്രാബല്യത്തിൽ വരില്ല, അല്ലെങ്കിൽ അവരിനി അധികാരത്തിൽ വരില്ല എന്നുള്ള ഉറപ്പിൽ അവർക്കെതിരെ ഒരു ആയുധമായല്ലേ ഇത്തരം ഫയലുകളെ ഉദ്യോഗസ്ഥർ കാണുന്നത്? അല്ല, സീക്രട്ട് ഫയലുകൾ മാറ്റുന്നു എന്ന് പറയുന്നത് അതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് പ്രശാന്തെ. അതായത് നമ്മളിപ്പോൾ ഇവിടെ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ലെവലിൽ ഒരു സർക്കാർ ഭരണത്തിരിക്കുമ്പോൾ അതൊരു 5 കൊല്ലം കഴിയുമ്പോൾ അടുത്തൊരു ഭരണം, മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഭരണത്തിലേക്ക് വരും എന്നൊരു വെപ്പാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒന്നാം പിണറായി സർക്കാർ 2016 മുതൽ 21 വരെ ഭരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സാധാരണ രീതിയിൽ നമ്മൾ കരുതി അടുത്ത കോൺഗ്രസ് ആയിരിക്കും വരുന്നത്. കോൺഗ്രസ്. പക്ഷെ അതിന് വിപരീതമായി വീണ്ടും ഇവർ ഭരണത്തിൽ വരുമ്പോൾ ഇവരുടെ പെരുമാറ്റത്തിലൊക്കെ വല്ലാത്ത മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഒരേ മുഖ്യമന്ത്രി തന്നെ, മാറ്റമുള്ളത് ആകെ ഈ മന്ത്രിമാരുടെ കാര്യത്തിൽ മാത്രമാണ്. അപ്പോൾ പ്രശാന്ത് തുടക്കത്തിൽ പറഞ്ഞ പോലെ പിണറായിസം ഒന്നാം പിണറായി സർക്കാരിൽ ഇല്ലായിരുന്ന പിണറായിസം രണ്ടാം പിണറായി സർക്കാരിൽ അദ്ദേഹം ഒന്ന് കാണിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് അറിയാവുന്നുള്ളത് ഈ പറയുന്ന പോലെ ഉദ്യോഗസ്ഥർക്കെതിരെ IPS IAS ഉദ്യോഗസ്ഥർക്കെതിരെ ഉള്ള ഈ അടിച്ചമർത്തൽ സ്വഭാവം ഈ അടുത്തിടയ്ക്ക് ഒരു IAS ഉദ്യോഗസ്ഥൻ, കൃഷി വകുപ്പിൽ ഉണ്ടായിരുന്ന അശോക് എന്ന് പറയുന്ന ഒരു IAS ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റവും, അദ്ദേഹത്തിന് ഈ പറയുന്ന അവർക്ക് ട്രൈബ്യൂണലുണ്ട്. IASകാർക്ക് അവരെ സർക്കാർ ഒരിടത്ത് നിയോഗിച്ചിരുന്നാലും ഭരണത്തിന് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, പിന്നെ മറ്റേ IPS ട്രൈബ്യൂണൽ. അതെ. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ് ഇവർ എവിടെയാണ് ജോലി ചെയ്യുന്നത് സംബന്ധിച്ച്, ഇവരുടെ ജോലി ഇരിക്കുന്ന സ്ഥലം, ഇവർ ആരോട് ചെയ്യണം എന്നൊക്കെയുള്ള വിഷയങ്ങളൊക്കെ വരുന്നത്. ഒരു സ്ഥലത്തിരുന്ന് സ്മൂത്തായിട്ട് പണിതുകൊണ്ടിരിക്കുമ്പോൾ തൂക്കിയെടുത്ത് വേറെ എവിടെയെങ്കിലും ഇടും. അത് എന്തുകൊണ്ട് എന്നെ മാറ്റി എന്ന രീതിയിൽ അശോക് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്തു. അതങ്ങനെ പോയി, ഇങ്ങനെ വെറുതെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് എതിരല്ലാതെ അദ്ദേഹത്തിന് അനുകൂലമായി വിധി വന്നു. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ ഒന്ന് രണ്ട് സോഷ്യൽ മീഡിയയിലും അല്ലാതെ മെയിൻ ചാനലുകളിലൊക്കെ സംസാരിച്ചു കുറച്ച് വിഷയങ്ങളൊക്കെ. അപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നിൽ ഈ IAS ഉദ്യോഗസ്ഥരും IPS ഉദ്യോഗസ്ഥരും അതായത് പല സെക്രട്ടറി പോസ്റ്റുള്ളവരും ചെന്ന് ഇരിക്കുന്ന കണ്ടിൽ പഞ്ചപുച്ഛം അടക്കുകയാണ് അദ്ദേഹത്തിന് മുമ്പായിരിക്കുന്നത്. എന്തെങ്കിലും എതിർത്ത് പറയാൻ പറ്റില്ല. അതെ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് കേട്ടാൽ മതി, അല്ലാതെ ഇങ്ങോട്ടൊന്നും പറയണ്ട എന്ന രീതിയിൽ നിരവധി IAS ഉദ്യോഗസ്ഥർ ഈ മുഖ്യമന്ത്രിക്ക് മുന്നിൽ പഞ്ചപുച്ഛം അടക്കിയിരിക്കുന്ന കാഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് ഒരു IAS ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലാണ്. ശരിക്കും പറഞ്ഞാൽ തിരിച്ചടിക്കാൻ ഒരു വടി കിട്ടാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണെന്ന് സാരം. അല്ല പ്രശാന്ത്, തിരിച്ചടിക്കാൻ വടി കിട്ടുക എന്നല്ല. നമ്മൾ ഈ IAS ഉദ്യോഗസ്ഥർ IPS ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ അവർ എന്ത് കഷ്ടപ്പെട്ട് പഠിച്ചെന്നറിയാം ഇവിടം വരെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവരെ ഭരണത്തെ സഹായിക്കുക എന്ന രീതിയിലാണ്. ഒരു രാഷ്ട്രീയക്കാരൻ്റെ മുന്നിൽ മുട്ടുവളച്ച് നിൽക്കുന്നതിന്, അല്ലെങ്കിൽ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പോൾ ഇവിടെ പിണറായി എന്ന് പറയുന്ന സ്വേച്ഛാധിപതി, അദ്ദേഹത്തിൻ്റെ മുന്നിൽ മുട്ടുമടക്കി നിൽക്കേണ്ടി വന്ന നിരവധി ഉദ്യോഗസ്ഥർ. അതായത് പ്രശാന്തിന് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് കൊണ്ട് ആയിരിക്കും, പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ സെക്രട്ടേറിയറ്റുമായി നിരവധി തവണ എൻ്റെ ജോലി സംബന്ധമായിട്ട് എനിക്ക് പോവേണ്ട ഇതുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു നയനാരുടെ അവസാന മന്ത്രിസഭ മുതൽ നയനാർ 3 ടേം മുഖ്യമന്ത്രിയായ ആളാണ് ഈ നമ്മുടെ കേരളത്തില്. അപ്പോൾ AK ആന്റണി, ഉമ്മൻചാണ്ടി സാറ്, ഇങ്ങനെ നിരവധി പേര് മുഖ്യമന്ത്രിമാരായിരിക്കുമ്പോൾ പല മന്ത്രിമാരുടെ ഓഫീസിൽ നമുക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിട്ടുണ്ട്, സെക്രട്ടറി പോകേണ്ട ആവശ്യമുണ്ട്. പ്രശാന്ത്, ഇന്ന് വരെ നമ്മളൊരു മീഡിയയിൽ പണിയെടുക്കുമ്പോൾ നമുക്ക് ഈ കാണുന്നൊരു ഐഡന്റിറ്റി ഉണ്ട്. ഈ ഐഡന്റിറ്റി കാർഡ് കാണിച്ചാൽ നമുക്ക് കയറാം. പക്ഷെ ഇപ്പം അങ്ങനല്ല. മാധ്യമങ്ങളെ ഭയമാണ് ഇപ്പോഴത്തെ. മാധ്യമങ്ങളെ അല്ല പ്രശാന്തെ, ആർക്കും അവിടെ കയറാൻ പറ്റില്ല. ഇവരെയൊക്കെ നമ്മൾ ഈ വീട്ടിൽ വളർത്തുന്ന ചില അൽസേഷ്യൻ നായ്ക്കൾ, ചില ജർമ്മൻ ഷെപ്പേർഡ്, അങ്ങനെയൊക്കെയുള്ള ചില വലിയ നായ്ക്കളുണ്ടല്ലോ, ഇതിനെയൊക്കെ ഇങ്ങനെ വലിയ ഇരുമ്പ് കൂട്ടിനകത്ത്, ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, സെക്രട്ടേറിയറ്റിലെ ഇരുമ്പുമറ വളരെ ഫേമസ് ആണല്ലോ. നമ്മളൊരു ഇരുമ്പ് കൂട്ടിനകത്ത് ഇവർ ഈ നായ്ക്കളെ ഇട്ടിട്ട് യജമാനൻ ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അതുപോലെ എന്നല്ല, അതൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ഉദ്യോഗസ്ഥർ, ഇത്രയും പഠിച്ച് കഴിവുകൊണ്ട് അവർ ഇത്രയും വന്ന് അവരെയൊക്കെ കൂട്ടിലടച്ചിട്ട് ഇരുമ്പ് മറയ്ക്കുള്ളിലാക്കിയിട്ട് പണിയെടുപ്പിക്കുന്ന രീതിയിലാണ് ഇതുവരെ ഈ സർക്കാർ പോയിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊരു പിണറായി സർക്കാർ ഉണ്ടാവില്ല. കുറച്ചുകൂടി വ്യക്തമായി പറയുവാണെങ്കിൽ ഇനിയൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിലേക്ക് വരില്ല. ഈ ഊഴം കോൺഗ്രസിനാണ് എന്ന് ഏകദേശം തീർച്ചപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം അത്രയധികം ഭരണവിരുദ്ധമായിട്ടുള്ള, അല്ലെങ്കിൽ ഭരണപക്ഷത്തിനെതിരെയുള്ള ഒരു ആളുകളുടെ
എന്താ പറയുന്ന ആൾക്കാർക്കുള്ളൊരു വെറുപ്പ് അതിങ്ങനെ പ്രകടമായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ ഇവിടെ സംഭവിച്ചേ പറ്റില്ല. നമ്മൾ ഭരണത്തിൽ കയറാത്തതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷെ ഇവിടെ ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എന്തൊക്കെയാണ് ഇവിടെ നടന്നതെന്നുള്ളതാണ് കാര്യം. അദ്ദേഹം ഒരു ഭയങ്കര മാടമ്പിയായ ഒരു വ്യക്തിയായിരുന്നു. കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നിങ്ങൾ ഉദ്യോഗസ്ഥരെ ഭരിക്കാം സാർ, ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുക്കാം സാർ, പക്ഷെ പറയുന്ന കേട്ടാൽ മതി, കൂടുതൽ ഇങ്ങോട്ട് വേണ്ട എന്നൊക്കെ പറയുക എന്ന് പറഞ്ഞാലേ അതൊക്കെ ഒരു ഇത്തിരി വളരെ കൂടുതൽ. അതാണല്ലോ ഞാൻ പറഞ്ഞ പിണറായി. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം ജനം ഇന്നല്ലെങ്കിൽ നാളെ അറിയേണ്ട കാര്യങ്ങളാണ്. കാര്യം നമ്മൾ ഒരു പേപ്പറിന്റെ ഒരു ആവശ്യമായി, ഇപ്പൊ പ്രശാന്ത് തന്നെ ഇവിടുന്ന് ഒരു ആവശ്യവുമായിട്ട് പോകുന്നു, പ്രശാന്തിനോട് പറയുന്നു നീ പോയിട്ട് വാ, ഇതൊന്നും ചെയ്തിട്ടോ എന്ന് പറയും. പ്രശാന്ത് കൺസേൺഡ് പിന്നെ അവിടെ ചെല്ലേണ്ടത് ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ മന്ത്രിമാരുടെ ആരുടെയെങ്കിലും ഓഫീസിലേക്കാണ്. ഇപ്പൊ രാജീവിന്റെ ഓഫീസിലേക്കാണ് ചെല്ലുന്നത്. ഇവിടെ നിങ്ങൾ ചെല്ലുന്ന സമയം ചിലപ്പോൾ ഇവരുടെ സന്ദർശന സമയം അല്ലായിരിക്കും, അല്ലെങ്കിൽ സന്ദർശന സമയം ആയിക്കോട്ടെ, ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഫോൺ ചെയ്ത് അദ്ദേഹത്തിനോട് ചോദിച്ച് അദ്ദേഹത്തിന്റെ സമയം വാങ്ങി എന്നിട്ട് വേണം ഇവിടുന്ന് നിങ്ങൾ അങ്ങ് കടത്തിവിടാൻ. ചിലപ്പോൾ നമ്മൾ വണ്ടിയും കയറി വള്ളവും കയറി അവിടെ ചെന്ന് ഇതേപോലെ ഇദ്ദേഹത്തിൻ്റെ ഒരു ടൈം ചോദിക്കുമ്പോഴത്തേക്കാണ് അറിയുന്നത് അദ്ദേഹത്തിന് നേരമില്ല, അദ്ദേഹം പോകാൻ, അല്ലെങ്കിൽ ഇപ്പോൾ വരണ്ട, നിങ്ങൾ നാളെ വരൂ, നിങ്ങൾ ഇന്ന് ഒരു ദിവസത്തെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള അവരെ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ഈ പറയുന്ന മാടമ്പിത്തരം കാണിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കീഴിലിരിക്കുന്നവരും ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്കാണ് പോയിട്ടുള്ളത്. നിരവധി അനുഭവങ്ങൾ എനിക്കുണ്ട്. കാര്യം നമ്മളൊരു സാധാരണക്കാരനാണ്. ഇപ്പൊ പല മന്ത്രി വരും, പിണറായി ഗവൺമെന്റിന് മുമ്പ് ഇരുന്ന നയനാർ സർക്കാർ, അതിനുശേഷം വന്നിട്ടുള്ള എ.കെ. ആന്റണി സർക്കാർ, ഉമ്മൻചാണ്ടി സാറിന്റെ സർക്കാർ, ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ അവിടെ എല്ലാം ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഒരു ഹ്യൂമാനിറ്റി ഉണ്ടായിരുന്നു. പറയുന്ന കാര്യങ്ങൾ നമുക്കിപ്പോൾ പറഞ്ഞാൽ സാർ ഇന്നൊരു ആവശ്യമാണ്, ശരി അത് പൊയ്ക്കോ, അല്ലെങ്കിൽ നിങ്ങൾ കാർഡുണ്ടല്ലോ അത് അവിടെ ചോദിച്ച് കാണിച്ചാൽ മതി. ഇതങ്ങനെയൊന്നുമല്ല. ഇതിപ്പോൾ ഉള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന രീതിയിൽ പോലീസുകാർ അവരുടെ ശരിക്കുള്ള ഒരു രൂപം പുറത്തെടുക്കുന്ന രീതിയിലേക്ക് വന്ന രഞ്ജിത്തിന്റെ അറസ്റ്റ് ഒന്ന് ആലോചിച്ചു. തീർച്ചയായിട്ടും രഞ്ജിത്തിന്റെ അറസ്റ്റില് രഞ്ജിത്ത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ധാർഷ്ട്യത്തോടുള്ള ഇങ്ങോട്ട് കൂകയൊന്നും വേണ്ട, ഞാനൊരു പഴയ SFI-കാരനാണ്, ഞാനൊരു SFI-കാരനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭരണം, അതെ അങ്ങനെയൊക്കെയുള്ള ധാർഷ്ട്യം കാണിച്ച് ഈ പോലീസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞ പിന്നെ കൊച്ചി പോലീസ് കമ്മീഷണർ അദ്ദേഹം കൃത്യമായ തെളിവോടുകൂടിയാണ് ഇദ്ദേഹത്തെ പൂട്ടിയത്. നേരെ മറിച്ച് ഭരണം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ബഹുമാന്യ വ്യക്തിയും അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഒക്കെ ഇതിൽ ഇടപെട്ടേനെ. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ഈ പറയുന്ന ജില്ലാശുപത്രിയിൽ, എറണാകുളത്ത് ജില്ലാശുപത്രി കൊണ്ടുവരുന്നു. അപ്പോൾ ഒരു ECG വേരിയേഷൻ വരുന്നു, പ്രഷർ കൂടുതലാണെന്ന് പറയുന്നു. നേരെ മറിച്ച് ഈ ഭരണം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ആശുപത്രി കിടത്തും, അദ്ദേഹത്തിന് വയ്യാത്തതല്ലേ എന്നൊരു നിർദ്ദേശം പോയേനെ. അപ്പൊ ആ നിർദ്ദേശം ഒന്നും പോകാതെ കൃത്യമായി അവിടെ നിന്ന് ഒരു കുറഞ്ഞ സമയം ഡോക്ടറോട് ചോദിക്കുന്നു, പോലീസ് ഓഫീസേഴ്സ് ചോദിക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, പിന്നെ പ്രഷർ കുറയുന്നു, ECG വേരിയേഷൻ മാറുന്നു, അവിടുന്ന് നേരെ മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് വീട്ടിൽ കൊണ്ടുപോകുന്നു, നേരെ പോലീസ് സ്റ്റേഷൻ. ഇതെല്ലാം നടക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് അമിതമായ കൈകടത്തൽ രാഷ്ട്രീയമായിട്ട്, അതായത് ഒരു പ്രമുഖ വ്യക്തി പൊളിറ്റിക്കൽ സെക്രട്ടറി പോസ്റ്റിൽ അവിടെ ഉണ്ടായിരുന്നു, ആ വ്യക്തി പോയ ശേഷമാണ് ഇവിടെ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി, അതായത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത് പ്രദീപ് കുമാറും, സെക്രട്ടറി അല്ല, പ്രൈവറ്റ് സെക്രട്ടറി പ്രദീപ് കുമാറും, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയും രാജിവെച്ചിരുന്നു. അതെ, ഞാൻ ഈ പറയുന്നത് പേര് ഞാൻ മനഃപൂർവ്വം പറയാത്തതാണ്. അല്ല, പേര് പറയുന്നതിനകത്ത് തെറ്റില്ല, ഞാൻ പറയാത്തതാ. അത് പറഞ്ഞ് ക്ലീഷയായ ഒരു പദം. എന്താണെങ്കിലും പിണറായി എന്ന് പറയുന്ന ആടിയുലയാത്ത കപ്പലിന്റെ അടിത്തട്ടുകൾ പൊളിഞ്ഞു തുടങ്ങി. കപ്പൽ ഏകദേശം സമുദ്രത്തിന്റെ, അതായത് ജനരോക്ഷം എന്ന സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് താഴ്ന്നു തുടങ്ങിയിരിക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കുന്നത്? കാരണം കുറെ അധികം കാര്യങ്ങൾ മൂടി മറയ്ക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒളിച്ചു വെക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം മറന്നിട്ട് പുറത്തു വരാൻ ഒരു കാര്യം കൂടെ പ്രശ്നം പറയണം. അതായത് ഇനി പാർട്ടി ഗുണ്ടകൾ അല്ലെങ്കിൽ പാർട്ടിയെ കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുന്ന ക്രിമിനലുകൾ, അവർക്കൊന്നും ഇനി അങ്ങോട്ട് ചെയ്യാൻ കഴിയില്ല. ഇനി അതുപോലെ തന്നെ കേൾക്കാൻ കഴിയുന്നത് ഈ ഉദ്യോഗസ്ഥരെ ഇങ്ങനെ വിരട്ടി ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ VD സതീശന്റെയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ VD സതീശന്റെയും സീനിയർ നേതാവ് ചെന്നിത്തലയുടെയും വീടുകളിലും അല്ലാതെയും ഒക്കെ അവരങ്ങനെയാണ്. സീക്രട്ട് ഫയലുകൾ, പോലീസ് ഓഫീസേഴ്സും അങ്ങനെയാണ്. ഇന്നലെ വരെ എങ്ങനെ ആയിരുന്നു? അല്ല, ഇത് കാലാകാലങ്ങളായി നടക്കുന്ന ഒരു സംഭവമാണ്. മുൻപ് ഈ പറയുന്ന ഉമ്മൻചാണ്ടി സാറൊക്കെ അധികാരത്തിലിരുന്ന സമയത്ത് നമുക്ക് തന്നെ അറിയാവുന്നതാണ്, ഒരുപാട് ഫയലുകൾ പുറത്തേക്ക്, അത് കോൺഗ്രസ്സുകാരുടെ തന്നെ അനുവാദത്തോടു കൂടി ഒരുപാട് ഫയലുകൾ പുറത്തേക്ക് പോയിട്ട് കോൺഗ്രസ്സുകാരായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ
മൗനാനുഭവത്തോടു കൂടി ഒരുപാട് സീക്രട്ട് ഫയലുകൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. അതെല്ലാം തന്നെ മാധ്യമങ്ങളും അതുപോലെ തന്നെ മീഡിയകളും പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ ഈ വാർത്തകളൊക്കെ പുറത്തു വിട്ടുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ പിണറായി സർക്കാരിന്റെ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കാതിരുന്നത് അദ്ദേഹം ആ കെട്ടിമറച്ചു വെച്ചിരുന്ന ആ ഒരു ഇരുമ്പാറ, നമ്മുടെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരുമ്പ് മതിൽക്കെട്ടിനുള്ള അല്ലെങ്കിൽ ഇരുമ്പ് വാതിലിനുള്ള എല്ലാം പൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇരുമ്പ് മറയും തകർത്തുകൊണ്ട് എല്ലാം പുറത്തു വരികയാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാധ്യമങ്ങൾക്കുള്ള ഒരു വിരുന്നാണ് ഒരുങ്ങുന്നതെന്നാണ് ഏകദേശം തോന്നുന്നത്. കാരണം ഒരുപാട് സത്യങ്ങൾ നമുക്ക് അറിയുവാനുണ്ട്. നമുക്കറിയാമെങ്കിലും നമ്മുടെ നാവിന് തന്നെ പൂട്ടിയിട്ട ഒരു കാര്യങ്ങൾ പറയണം. ഈ പറയുന്ന രീതിയിൽ സീക്രട്ട് രേഖകൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഒക്കെ ഉദ്യോഗസ്ഥർ മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞില്ലേ, ഇവിടെ വേണ്ടപ്പെട്ട പല കാര്യങ്ങളും കത്തിപ്പോയി അറിയാമല്ലോ. അതെ അതെ അതെ, സെക്രട്ടേറിയറ്റിനകത്ത് തീപിടുത്തം ഉണ്ടായ സ്വർണ്ണക്കടത്ത് സമയത്ത് അത് വേണ്ടപ്പെട്ട രേഖകളാണ്. അല്ല, അന്ന് അതിനെക്കുറിച്ച് CCTV അന്ന് അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വീഡിയോ ഒന്ന് പുറത്തിറക്കാൻ പോലും പറ്റായിരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെ, ഏതായാലും നമുക്കിനി ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഉദ്യോഗസ്ഥർക്ക് സ്വാതന്ത്ര്യം കിട്ടി തുടങ്ങിയിരിക്കുന്നു. അവരുടെ കൈകാലുകൾ കൂട്ടി ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് രഞ്ജിത്തിന്റെ വിഷയം. ഇനി പല കേസുകളും പൊടി തട്ടി പുറത്തു വരും. ഉദ്യോഗസ്ഥർ അവരുടെ സ്വാതന്ത്ര്യത്തോടു കൂടി അവരുടെ കൈകാലുകൾ അനക്കി അവർ പണിയെടുത്ത് തുടങ്ങുമ്പോൾ ഇനി അടുത്ത ഏത് ഭരണ സംവിധാനമാണ് വരുന്നത് എന്നറിയില്ല. എന്തായാലും ഈ ചുരുങ്ങിയ കാലം ഇലക്ഷൻ റിസൾട്ട് വരുന്നവരെയും ചില ഉദ്യോഗസ്ഥർ ഫ്രീഡം ആഘോഷിച്ച് മനസ്സ് നിറഞ്ഞ് പണിയെടുക്കട്ടെ. നമുക്ക് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നല്ലതായി തന്നെ കിട്ടുമെന്ന് ധരിക്കാം. തീർച്ചയായും.